എനിക്കൊന്നേ പറയാനുള്ളൂ, കൈവിട്ട് കളയരുത് ഈ വീടിന്റെ വിളക്കിനെ. അമരാവതി വീട് ഇരുട്ടിലായി പോവും. മാഡം, മാഡം ചോദിച്ച ഫയൽ. ആരായി പർച്ചേസ് മാനേജർ? ഞാനാണ് മാഡം. കഴിഞ്ഞ ഒരു മാസത്തെ പർച്ചേസിന്റെ ടോട്ടൽ കണക്കുകൾ ഉടൻ തന്നെ എനിക്ക് തരണം. മാക്സിമം 1 മണിക്കൂർ. മാഡം, അത് എന്ത്? എനിക്ക് ഒന്നും തരണ്ടെന്ന് DK പറഞ്ഞിട്ടുണ്ടോ? DK സാർ അല്ല മാഡം. പിന്നാരാ പറഞ്ഞ? എന്നാ പിന്നെ അത് പറഞ്ഞിട്ട് മതി താൻ ഇവിടെ ജോലി ചെയ്യണോ വേണ്ടോ എന്ന് തീരുമാനിക്കുന്നത്. പറയടോ, ആരാ ഇത് പറഞ്ഞേ? ബാലു സാറാണ്. ഓഹോ, തന്റെ ബാലു സാർ അങ്ങനെ പറഞ്ഞോ? എന്നാ പിന്നെ 1 മണിക്കൂറല്ല, 1/2 മണിക്കൂറിനുള്ളിൽ ആ കണക്കുകളെല്ലാം എന്റെ മേശപ്പുറത്ത് എത്തിയിരിക്കണം. ഇല്ലെങ്കിൽ നാളെ മുതൽ താൻ ഇവിടെ ഉണ്ടാവില്ല. മാഡം. ചെല്ലു ചെന്ന് പറഞ്ഞ ജോലി എന്താന്ന് വെച്ചാ നോക്ക്. കറക്റ്റ് സമയത്താണല്ലോ ഹിറ്റ്ലറിന് വിളിക്കാൻ തോന്നിയത്. ഹലോ, എന്താണ് ഹിറ്റ്ലറെ അവിടെ ഇരുന്നിട്ട് പുറക്കുന്നില്ലേ? ദയവ് ചെയ്ത് അവിടെ ഇരുന്ന് മണ്ടത്തരങ്ങളൊന്നും കാണിച്ചേക്കല്ലേ. നിന്റെ ഭരണപരിഷ്കാരങ്ങളൊക്കെ കഴിയുമ്പോ റെസ്റ്റോറന്റ് അല്പമെങ്കിലും അവിടെ ബാക്കി വേണം. നിങ്ങൾ അതിനെ കുറിച്ച് ഓർത്തൊന്നും പേടിക്കണ്ട. എന്നെ ഏൽപ്പിച്ചതിനേക്കാൾ ഭംഗിയായിട്ട് ഞാനിത് തിരിച്ചു തരും. ഇതെന്താ അവിടെ 2 കസേര? അതെ, നിങ്ങളുടെ കസേരയിൽ ഞാൻ ഇരുന്നിട്ടില്ല കേട്ടോ. അതിനുള്ള യോഗ്യത അല്ലെങ്കിലും നിനക്കില്ല. ഹലോ, യോഗ്യതയില്ലാഞ്ഞിട്ടൊന്നും അല്ല. ദേ, ഇതെന്റെ സ്ഥിരം കസേരയാ. ഇനി എന്നും ഈ കസേര ഇവിടെ തന്നെ കാണും. അതിനുവേണ്ടി ഉണ്ടാക്കിയ സെറ്റപ്പാ. ഓഹോ, അത് ശരി. അപ്പൊ നീ അവിടെ കയറി സ്ഥിരമായിട്ട് ഭരിക്കാനുള്ള ഉദ്ദേശമാണല്ലേ? അതെ, അത് തന്നെയാ ഉദ്ദേശം. ഞാനിവിടുന്ന് എഴുന്നേറ്റ് വരുന്നവരേ ഉള്ളൂ നിന്റെ ഈ ഭരണം. അതെ, ഞാനിവിടെ എന്തൊക്കെയാ ചെയ്യേണ്ടതെന്ന് പറഞ്ഞതാ ഹിറ്റ്ലർ. വലിയ മിടുക്കുള്ള ആളല്ലേ, സ്വയം മനസ്സിലാക്കി അങ്ങ് ചെയ്താ മതി. പിന്നെ എന്റെ അച്ഛന് പണ്ട് 5 സ്റ്റാർ ഹോട്ടലിൽ നടത്തലല്ലായിരുന്നോ പണി? നീ ആ കിച്ചണിൽ ചെന്ന് ഫുഡൊക്കെ ഒന്ന് ടേസ്റ്റ് ചെയ്യും. അല്ല, അതാവുമ്പോ നിനക്ക് താല്പര്യമുള്ള കാര്യമാണല്ലോ. ഓക്കെ, അത് കൊള്ളാം. ആദ്യം ഫുഡ് ടെസ്റ്റിംഗ്, പിന്നെ മാനേജ്മെന്റ്. ഇത് ഞാൻ കലയ്ക്ക് പൊളിക്ക് ഹിറ്റ്ലറെ. അപ്പൊ ശരി, എന്തെങ്കിലും ആവശ്യമുണ്ടെങ്കിൽ ഞാൻ കെ അങ്ങോട്ട് വിളിക്കാം. ഞാനിത് കൊളാക്കുമെന്ന് ഹിറ്റ്ലറിന് നല്ല പേടിയുണ്ട്, അല്ലേ കേക്ക്? ഇവൾക്കൊരു പണി കൊടുക്കണമല്ലോ. അർജുൻ, എന്റെ കൂടെ ഒന്ന് കിച്ചൺ വരെ വാ. ഓ. ഹലോ സർ.
മാഡം കിച്ചണിലോട്ട് വന്നുകൊണ്ടിരിക്കുകയാണ്. ജോൺ, ഞാനൊരു കാര്യം പറയാം. താൻ അതുപോലെ തന്നെ ചെയ്യണം. എന്താണ് സർ? പറയണം. ശരി സർ. മാഡം വരുന്നുണ്ട് സർ. താൻ ഫോൺ കട്ട് ചെയ്യണ്ട. ഓക്കെ? ഓക്കെ സർ. ഗുഡ് മോർണിംഗ്. ഗുഡ് മോർണിംഗ് മാഡം. എല്ലാം ഓക്കെ അല്ലേ? ഓക്കെയാണ് മാഡം. മാഡം, സാധാരണ DK സാർ ഇതൊക്കെ സ്മെൽ ചെയ്തിട്ട് അതിന്റെ ടേസ്റ്റ് കണ്ടുപിടിക്കുന്നു. അത് കുഴപ്പമില്ല, മാഡം ടേസ്റ്റ് ചെയ്ത് കണ്ടുപിടിച്ചാൽ മതി. നോ നോ നോ, അതൊക്കെ എനിക്കറിയാം. ഇതിന്റെ രുചിയൊക്കെ സ്മെൽ ചെയ്ത് ഞാൻ തന്നെ പറഞ്ഞോളാം. നോക്കട്ടെ. ഇതിലിച്ചിരി എരിവ് കൂടുതലാന്നാ തോന്നുന്നത്. ഏതാ ഈ ഐറ്റം? ഇതൊരു മെക്സിക്കൻ സ്റ്റൂ ആണ് മാഡം. ആ, മുളക് പൊടി കൂടുതലാ. കണ്ടില്ലേ ചുമഞ്ഞു വന്നിരിക്കുന്നത്? അത് പിന്നെ മാഡം ഇതിൽ മുളക് പൊടി ചേർക്കാറില്ല. ടൊമാറ്റോ സോസിന്റെ കളറാണ്. യെസ്, എനിക്കറിയായിരുന്നു. ഞാൻ ചുമ്മാ ചെക്ക് ചെയ്തല്ലേ. ടേസ്റ്റ് ചെയ്യാൻ വേണ്ടി താൻ അത് അവളുടെ കൈവെള്ളയിൽ ഒഴിച്ചു കൊടുക്കാം. ഓക്കെ സർ. ഒരു സ്പൂണും കിടക്കാം. മാഡം, ഇതിന്റെ ടേസ്റ്റ് ഒന്ന് നോക്കിയേ. ഞാൻ പറഞ്ഞ പോലെ ചെയ്യും. അത് കലക്കി. മാഡം, സർ, മാഡത്തിന്റെ കൈ പൊള്ളിയെന്നാ തോന്നുന്നത്. മാഡം, എന്തായിടോ, അവള് നല്ലതുപോലെ ടേസ്റ്റ് നോക്കിയോ? നോക്കി, നല്ലതുപോലെ നോക്കി. അപ്പൊ നിങ്ങൾ എനിക്ക് പണി തന്നതല്ലേ? കുശിനിക്കാരൻ നിന്റെ എടി ബേക്കറിക്കാരി. ഇത് വെറും ഒരു തുടക്കം മാത്രമാ. ഇതുപോലുള്ള നല്ല നല്ല ആചാരങ്ങൾ ഇനിയും പ്രതീക്ഷിക്കാം. ഇതിനുള്ള മറുപടി ഞാൻ വന്നിട്ട് തരാം. ഓ, എന്നാ ശരി, ഓക്കെ. മുതലാളിയുടെ കൂടെ കൂടി എനിക്കിട്ട് പണിഞ്ഞതല്ലേ? തനിക്ക് ഞാൻ വെച്ചിട്ടുണ്ട്. സോറി മാഡം, മാഡത്തിനെ കിച്ചണിൽ കയറ്റരുതെന്നാ സാറ് പറഞ്ഞിരിക്കുന്നത്. അതൊക്കെ സാറ് ചുമ്മാ പറയുന്നല്ലേ. എന്നാ പിന്നെ ഞാൻ എപ്പോഴും കിച്ചണിൽ തന്നെ ആയിരിക്കും. അതുകൊണ്ടാ സാർ അങ്ങനെ വിളിച്ചു പറഞ്ഞ്. ഇവരുടെ ഒരു കാര്യം. എന്റെ സമാധാനം നഷ്ടപ്പെട്ടു. എന്ത് ചെയ്യണമെന്ന് ഒരു രൂപമില്ല. അവന്റെ ഭ്രാന്തിന് എന്റെ മകളുടെ ജീവിതം ബലി കൊടുക്കാൻ പറ്റില്ല. ഹോട്ടലിൽ നിങ്ങളുടെ മകളെ തേടി വന്നത് ശിവയാണെന്നതിന് ഒരു തെളിവുമില്ല. അവൻ തന്നെയാ, അതെനിക്ക് ഉറപ്പുണ്ട്. സാറേ, പോലീസ് ഇതിന്റെ അകത്ത് ഒരു ഒത്തുകളി നടത്തുന്നുണ്ടോന്നാ എന്റെ സംശയം. അവനെ രക്ഷപ്പെടുത്താൻ ആ കമ്മീഷൻ ഉണ്ടാക്കിയ കഥയാ ഇത്. അമലമോളെ കാണാൻ വന്നത് അവൻ തന്നെയാ സാറേ. തമ്പി, ആ ഹോട്ടൽ മുഴുവൻ CCTV സർവൈലൻസിലാ. ഗേറ്റ് മുതൽ അടുക്കള വരെ ഓരോരോ മൂലയിലും ക്യാമറയാ. അതിന്റെ കണ്ണിൽ പെടാതെ പകൽ സമയത്ത് ഒരാൾക്ക് എങ്ങനെ നിങ്ങളുടെ മകളുടെ മുറിയിൽ അതിക്രമിച്ച് കയറാൻ പറ്റും? കൂടെ ഉണ്ടായിരുന്ന നിങ്ങളുടെ മകളുടെ സഹായിയായ സ്ത്രീ പോലും അങ്ങനൊരാളെ കണ്ടിട്ടില്ല. അതിന്റെ അർത്ഥം എന്താ? സാറിനെന്താ ഒരു സംശയം? ഇത് ഞങ്ങളുണ്ടാക്കിയ കള്ളക്കഥയാണെന്നാണോ? കൂടെ ഉണ്ടായിരുന്ന സ്ത്രീ
കാറിൽ നിന്ന് അവരുടെ മറന്നു വെച്ച ഹാൻഡ് ബാഗ് എടുക്കാൻ പോയപ്പോഴാ സംഭവം. നിങ്ങളുടെ മകൾ അയാളെ കണ്ടില്ലേ? അവൾക്കറിയില്ല അയാളെ. സാറേ, ആ മുറി കയറിയവൻ മുഖം മറച്ചിരുന്നു എന്ന് പറഞ്ഞല്ലോ. അത് മാത്രമല്ല, അമലമോള് ബഹളം വെച്ചപ്പം അവൻ ഓടിപ്പോവുകയും ചെയ്തു. എടോ തമ്പി, താനും മാഡവും പറയുന്ന കഥയ്ക്ക് ഒരു വിശ്വാസതയില്ല. അപ്പോ അങ്ങനെ ഒരു സംഭവം നടന്നിട്ടില്ലെന്നാണോ സാർ പറയുന്നത്? എന്നല്ല, അത് ശിവയാകാൻ ഒരു സാധ്യതയില്ല. കാരണം അവൻ നിങ്ങളുടെ മകളെ അത്രയധികം സ്നേഹിച്ചിരുന്നു. അവളെ കാണാൻ അവൻ ഒരിക്കലും മുഖം മറിച്ചു വരില്ല. ഇത് മറ്റാരോ ആണ്. അല്ല, എനിക്ക് ഉറപ്പാ ഇത് അവൻ തന്നെയാ. അങ്ങനെയാണെങ്കിൽ അവന്റെ പേരിൽ നിങ്ങളുടെ മകൾ നേരിട്ടൊരു പരാതി കൊടുത്തേ പറ്റൂ. അത് നടക്കില്ല സർ. പരസ്യമായി അങ്ങനെ ഒരു പരാതി കൊടുക്കാനോ പഴയ ബന്ധം വാർത്തയാക്കാനോ എന്റെ മകൾ ആഗ്രഹിക്കുന്നില്ല. ഇന്നവള് സൗത്ത് ഇന്ത്യയിലെ മികച്ച അഭിനേത്രിയാണ്, അവാർഡ് കിട്ടിയ നടിയ. അവന്റെ പേരിൽ ഒരു കേസ് കൊടുത്താൽ അത് അവൾക്ക് തന്നെ വിനയായി തീരും. അല്ലാതെ തന്നെ ഇതിനൊരു പരിഹാരം ഉണ്ടാക്കിയേ പറ്റൂ. തല്ലി അവന്റെ കയ്യും കാലും ഓടിക്കണം സാറേ, അതാ വേണ്ടത്. തല്ലാനും കൊല്ലാനും ഒക്കെ ഇറങ്ങി തിരിക്കും മുമ്പ് അവിടെ കയറിയത് അവനാണോന്ന് ഉറപ്പുവരുത്തണം. അവനെതിരെ ശക്തമായ തെളിവ് വേണം. എന്തായാലും ഞാൻ ആ ഹോട്ടലിൽ രഹസ്യമായ ഒരു അന്വേഷണം നടത്താം. മാഡം, ഞാനൊരു കാര്യം ചോദിക്കട്ടെ? എന്താണ് സർ? അമലാദാസ് ഇപ്പോഴും ശിവയെ സ്നേഹിക്കുന്നുണ്ടോ? നിങ്ങളുടെ രണ്ടുപേരുടെ മുഖത്തുണ്ട് എന്റെ ചോദ്യത്തിനുള്ള ഉത്തരം. അപ്പൊ അതാണ് കാര്യം. നഷ്ടപ്പെടാനുള്ള സൗഭാഗ്യങ്ങളുടെ വലിപ്പം ഓർക്കുമ്പോൾ മാഡത്തിന് ഉറക്കം വരുന്നില്ല അല്ലേ? സാർ എന്തൊക്കെയായി പറയുന്നത്? നിങ്ങൾക്ക് എന്തെങ്കിലും ചെയ്യാൻ പറ്റോ ഇല്ലയോ? എങ്ങനെയെങ്കിലും അവന് ഭ്രാന്താശുപത്രിയിൽ എത്തിച്ചേ പറ്റൂ. പ്രയാസമാണ് മാഡം. കാരണം ആ ജ്യോതി എന്ന് പറയുന്നവളുണ്ടല്ലോ, DKയുടെ ഭാര്യ, അവൾ അവനെ ഏകദേശം മാറ്റിയെടുത്ത് കഴിഞ്ഞു. ഇപ്പൊ അവന് ഭ്രാന്തില്ല. അത് അപകടമാണ് സർ. ഭ്രാന്ത് മാറിയാൽ അവൻ എന്റെ മകളെ തേടി വരും. സാർ പറഞ്ഞത് സത്യമാണ്. എന്റെ മോളുടെ മനസ്സിലെവിടെയോ ഇപ്പോഴും അവന്റെ ഓർമ്മകളുണ്ട്. അത് പൂർണ്ണമായി മായ്ച്ചു കളയാൻ എനിക്കിതുവരെ കഴിഞ്ഞിട്ടില്ല. അവനിൽ നിന്ന് അവനെ രക്ഷിച്ചെടുക്കാനും ഇന്നത്തെ നിലയിലാക്കാനും ഞാൻ ഒരുപാട് കാര്യങ്ങൾ ചെയ്തിട്ടുണ്ട്. അതില് നല്ലതും ചീത്തയും ഒക്കെയുണ്ട്. അതിൽ പലതും എന്റെ മകൾ അറിയാൻ പാടില്ലാത്തതാണ്. ഒരിക്കൽ അവനെ ഭ്രാന്താശുപത്രിയിൽ എത്തിച്ചതിന് പിന്നിൽ ഞാനാണെന്ന് ഇന്നും അവൾക്കറിയില്ല. സുപ്രിയെ കൊന്നത് അവനാണെന്നാണ് ഞാൻ എന്റെ മകളെ പറഞ്ഞു വിശ്വസിപ്പിച്ചിരിക്കുന്നത്. അവര് തമ്മിൽ നേരിട്ട് കാണാനോ സംസാരിക്കാനോ ഇടയായാൽ ഇതെല്ലാം പൊളിയും. ഒരു സെലിബ്രിറ്റി ആയതുകൊണ്ട് എന്റെ മകളെ എനിക്ക് രഹസ്യമായി താമസിപ്പിക്കാനും പറ്റില്ല. ഇതാണ് കാര്യം. ഇങ്ങനെ ക്രിസ്റ്റൽ ക്ലിയർ ആയിട്ട് കാര്യങ്ങൾ പറയണം. എന്നാലല്ലേ നമുക്കൊരു ഇത് കിട്ടൂ. മാഡം പറഞ്ഞ ശരിയാ. ഇതിന്ന് രക്ഷപ്പെടാൻ രണ്ട് വഴിയേ ഉള്ളൂ. ഒന്നുകിൽ നിങ്ങളുടെ മകൾ മറ്റൊരു വിവാഹം കഴിക്കണം, അല്ലെങ്കിൽ അവൻ SK ഈ ഭൂമിയിൽ നിന്നേ ഇല്ലാതാവണം. പക്ഷേ അതിന് ചെറിയ പ്ലാനിംഗ് ഒന്നും പോരാ.
ബുദ്ധിപരമായി അവനെ ഇല്ലാതാക്കണം. സാർ ഇതിനൊരു പദ്ധതി തയ്യാറാക്ക്, എന്നിട്ടത് നടപ്പാക്ക്. എത്ര പണം വേണമെങ്കിലും ഞാൻ സാറിന് തരും. ഈ പണം മാത്രമല്ലല്ലോ മാഡം ജീവിതം. എന്തായാലും ഒരു കാര്യം ഞാൻ ഉറപ്പുവരാം, അവനെ ഞാൻ ഈ ഭൂമിയിൽ നിന്ന് തന്നെ മാറ്റിത്തരാം. അതെങ്ങനെ? അവൻ ഒരു കൊലപാതകം കൂടി ചെയ്യണം. അവന്റെ കൈകൊണ്ട് ജ്യോതി ഇല്ലാതാവണം. അതിന് വഴിയുണ്ട്, അതൊക്കെ ഞാൻ നടപ്പാക്കി തരാം. പോരെ? ആ ഉപകാരം സാർ എനിക്ക് ചെയ്തു തന്നാൽ പകരം സാറിന് ഞാൻ എന്ത് വേണമെങ്കിലും തരും. പറയൂ സാർ, അതിന് പകരമായി സാറിന് എന്ത് വേണം? ചോദിക്കാം, സമയാവട്ടെ. പക്ഷേ അപ്പൊ കാല് മാറരുത്, വാക്ക് മാറ്റരുത്. മാറ്റിയാ അത് നിങ്ങൾക്കും നന്നായിരിക്കില്ല. ഇല്ല സാർ, ഞാൻ ഒരിക്കലും വാക്ക് മാറ്റില്ല. ഷുവർ? ഷുവർ. ഹലോ മൈ ഡിയർ സൺ, ഹൗ ആർ യു? ഞാൻ ജ്യൂസ് ചോദിച്ചില്ലല്ലോ. നീ ചോദിച്ചില്ല എന്ന് വിചാരിച്ച് എനിക്ക് തന്നുകൂടെ? കുടിക്ക്. നീ ജ്യോതിയെ കോള് ചെയ്തായിരുന്നോ? എന്തിന്? എന്തിനെന്നോ, ഓഫീസിൽ നിന്നോടെ ഫസ്റ്റ് ഡേ അല്ലേ? ഓ, നീ അവളെ ഒന്ന് അന്വേഷിക്കണ്ടേടാ. അമ്മയുടെ നിർബന്ധമല്ലേ, അമ്മ തന്നെ അന്വേഷിച്ചാ മതി. നോ മൈ സൺ, ഷീ ഈസ് യുവർ വൈഫ്. അവളൊരു ന്യൂസൻസാ. നോ, ഷീ ഈസ് സെൻസിബിൾ. നിന്റെ ഈഗോയാണ് എല്ലാത്തിലും കാരണം. അവളിനി അവിടെ എന്തെല്ലാം മണ്ടത്തരങ്ങൾ ചെയ്തു കൂട്ടുമെന്ന് അമ്മയൊന്ന് അന്വേഷിക്കുന്നത് നല്ലതാ. അവളെ ഒരു കുഴപ്പമുണ്ടാക്കില്ല. വേണ്ട രീതിയിൽ കാര്യങ്ങളൊക്കെ ചെയ്യാൻ അവക്കറിയാം. പക്ഷേ നിനക്കാ കുശുമ്പ്. കുശുമ്പോ? എനിക്കോ? യെസ്, ഒരു ലോഡ് കുശുമ്പുണ്ട് നിന്റെ മൈൻഡില്. അല്ലെങ്കിൽ പിന്നെ ആ ചൂട് കറി അവിടെ കയ്യിൽ കോരി ഒഴിക്കാൻ നീ ആ ഷെഫിനോട് പറയുമായിരുന്നോ? ഓഹോ, അപ്പൊ അതൊക്കെ വിളിച്ചു പറഞ്ഞു അല്ലേ? പിന്നെ പറയാതെ. ഇത് ചീപ്പായി പോയി മൈ സൺ, വെരി വെരി ചീപ്പ്. അവളല്ലാതെ മറ്റാറ് റെസ്റ്റോറന്റിൽ പോയാലും അത് ശരിയാവില്ല. അതുകൊണ്ടാ ഞാൻ അവള് തന്നെ പോയാ മതിയെന്ന് പറഞ്ഞത്. അവളോട് ഇതുപോലുള്ള പണി എന്റെ മരുമകളോട് കാണിച്ചാലുണ്ടല്ലോ, ഞാൻ എന്റെ മോനാ നോക്കൂല. നിന്നെയാണല്ലോ ചട്ടുകം പഴിപ്പിച്ച പൊള്ളിക്കും. ആ നോക്കിക്കോ. ആഹാ, വേണ്ട വേണ്ടാന്ന് വെക്കുമ്പോ തലേ കയറും. ഈ ബേക്കറിക്കാർ ഇത് കുളവാക്കും. എന്നാലും ആ എസ്കെ എന്തൊരു പണിയാ കാണിച്ചത്. മായച്ച് പറഞ്ഞതെല്ലാം കേട്ട് സമ്മതിച്ചിട്ട് അവളുടെ ഒപ്പം നിന്നു. നാണക്കേടായി പോയി. എസ്കെ ചെയ്ത പണിയല്ല, അവളുടെ മുമ്പിൽ തോറ്റുപോയതാ എന്റെ വിഷമം. തോറ്റുപോയെങ്കിലേ കണക്കായിപ്പോയി. നിങ്ങൾക്ക് ഈ തിരിച്ചടി അത്യാവശ്യമായിരുന്നു. ചിത്രേ, അയ്യോ, അത്രയ്ക്കങ്ങ് ഒച്ചത്തിലൊന്നും വിളിക്കണ്ട. ചിത്രാന്ന് തന്നെയാ എന്റെ പേര്. അല്ലെങ്കിലും നിനക്ക് കൂറ അവളോടാണല്ലോ. അപ്പൊ പിന്നെ നീ ഇതും ഇതിനപ്പുറം പറയും. പറയട്ടെടി, ഈ വീട്ടിൽ നിവർന്നു നിൽക്കാൻ ഇവളെ പഠിപ്പിച്ചത് നമ്മളാ. എന്നിട്ടും എവിടുന്നോ വലിഞ്ഞു കയറി വന്നവളോടാ ഇവളുടെ കൂട്ട്. എന്താ സംശയം? DK SKയും തമ്മിൽ തെറ്റിക്കാൻ നോക്കിയ പണികൾ എന്തൊക്കെയാ? ആവശ്യമില്ലാത്തതെല്ലാം SKയുടെ മനസ്സിൽ കുത്തി തിരികാൻ നോക്കി. എന്നിട്ട് അതിൽ നിന്ന് മുതലെടുപ്പ് നടത്താൻ നോക്കി. പക്ഷെ SKക്ക് ഇപ്പൊ കാര്യം മനസ്സിലായി. കൊടുത്ത പണിക്ക് SK നൈസായിട്ടൊരു മറുപണിയും തന്നു. ഇപ്പൊ തൃപ്തിയാലോ വായിച്ചിക്ക്? ഇല്ലടി, എന്നെ കൊണ്ട് കഴിയുന്നതൊക്കെ ഇനിയും ഞാൻ ചെയ്യും. അവളിനി അവിടെ ചെന്ന്
എന്തെല്ലാം കുഴപ്പങ്ങൾ ഉണ്ടാക്കുമെന്ന് ആർക്കറിയാം. എന്തായാലും ഒരു കാര്യം എനിക്ക് ഉറപ്പാ, നമ്മളിൽ ആര് നോക്കുന്നതിനേക്കാളും ഒക്കെ ഭംഗിയായിട്ട് റെസ്റ്റോറന്റ് ജ്യോതി നോക്കിക്കോളും. ഇനിയെങ്കിലും കുത്തിത്തിരിപ്പൊന്ന് നിർത്തും മായേച്ചി. ഇല്ലെങ്കിൽ അത് മായേച്ചിക്ക് തന്നെ ഇതുപോലെ നാണക്കേടാവും.